कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन्निति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे പൊതുവെ നമ്മളെ കേരളത്തിലെ ഓണത്തിനെ പറ്റിയിട്ട് തെറ്റായ ചരിത്രമാണ് വളരെ കാലമായിട്ട് പ്രചരിച്ചിരിക്കുന്നത്. എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മയിൽ 2ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലാണ് ആദ്യമായിട്ട് ഒരു ചിത്രം സഹിതം, അതായത് വാമനദേവന്റെ ത്രിവിക്രമ സ്വരൂപം, മഹാബലി താഴെ തൊഴുകൈയോടെ ഇരിക്കുന്നു, തലയിൽ ചവിട്ടി നിൽക്കുന്ന ഒരു ത്രിവിക്രമ സ്വരൂപം. അത് വലിയ നല്ല ചിത്രത്തെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇന്നും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. എങ്ങനെയാണെന്ന് ചോദിക്കരുത്, 2ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ വളരെ ബുദ്ധിപൂർവം ആരോ ഇങ്ങനത്തെ കള്ളക്കഥകൾ നമ്മളുടെ പാഠപുസ്തകങ്ങളിലേക്കൂടെ വരെ നമ്മളെ മനസ്സിൽ തെറ്റായ കാര്യങ്ങൾ കയറ്റിയിട്ടുണ്ട്. അത് അവസാനം നമുക്ക് ചോദ്യോത്തര വേളയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പൊ ഇവിടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യേണ്ടി വരും എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഞാൻ പറയുന്ന മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. പിന്നെ ചോദ്യോത്തര വേളയിൽ അതിനെ മ്യൂട്ട് ചെയ്യുക. ഇപ്പൊ മ്യൂട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് പിന്നെ എല്ലാവർക്കും ചോദ്യോത്തര വേളയിൽ അവസാനത്തെ ഒരു 5-10 മിനിറ്റ് ആ സമയത്ത് അൺമ്യൂട്ട് ചെയ്യാം. വാമന അവതാരം. എന്തിനാണ് വാമന അവതാരം വന്നത് എന്നുള്ളതാണ്. അതൊന്ന് ദേവന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഭഗവാൻ കശ്യപ പ്രജാപതിയുടെയും അതിഥി ദേവിയുടെയും മകനായിട്ട് ജനിച്ചു. അത് പ്രധാന കാരണം, ഇന്ദ്രൻ ഔദ്യോഗികമായിട്ട് ഇന്ദ്രസ്ഥാനത്തിരിക്കുകയാണെങ്കിലും ഇന്ദ്രന്റെ കയ്യിൽ ഒരുപാട് ദേവേന്ദ്രൻ, അതായത് കശ്യപ പ്രജാപതിക്ക് ഒരുപാട് പത്നിമാരുണ്ട്. അതില് പ്രഥമ പത്നിയാണ് അതിഥി ദേവി. അതിഥി ദേവിയുടെ മക്കളാണ് ആദിത്യന്മാര്, ദേവന്മാര്. അതിൽ ഈ നമ്മളുടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്തുള്ള ചരിത്രത്തിൽ ദേവേന്ദ്രനാണ് പ്രഥമൻ. അപ്പൊ ദേവേന്ദ്രനാണ് ദേവന്മാരുടെ ഇന്ദ്രൻ. വിഷയ സുഖര്യ സൗകര്യങ്ങളാണ് ദേവേന്ദ്രന്റെ ഒരു വലിയൊരു ന്യൂനത. അങ്ങനെ അദ്ദേഹം അങ്ങനെ മതിമറന്ന് പോകുമ്പോ വളരെ ഉത്തമനായിട്ടുള്ള ബലി, അദ്ദേഹത്തിന്റെ പേര് ഇന്ദ്രസേനൻ എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. ആർക്കെങ്കിലും അത് കൃത്യമായിട്ട് അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. ഇന്ദ്രസേനൻ. ഇപ്പൊ ഇന്ദ്രസേനൻ എന്നാണ് മഹാബലിയുടെ ശരിയായിട്ടുള്ള പേര്. അത് എൻ്റെ ഓർമ്മയിൽ ഞാൻ പറയുന്നതാണ്. അപ്പോ അദ്ദേഹം വളരെ പുണ്യവാനാണ്. കാരണം എന്താണ്? പ്രഹ്ലാദന്റെ മകൻ വിരോചനന്റെ പുത്രനാണ്. വിരോചനൻ തന്നെ മഹാബലിയുടെ അച്ഛൻ തന്നെ സ്വന്തം ശരീരം വരെ ദാനം ചെയ്ത വ്യക്തിയാണ്. അത്രയും പുണ്യവാനായിട്ടുള്ള ബലി വളരെ ധാർമ്മികമായിട്ടാണ് ഭരിച്ചിരുന്നത്. അസുര ചക്രവർത്തി ആണെങ്കിൽ പോലും അദ്ദേഹം വളരെ ധാർമ്മികനായിരുന്നു. അപ്പോ അതിദേവിയുടെ മക്കൾ ആദിത്യന്മാര് ശരിക്കും ധാർമ്മികരാവേണ്ട സമയത്ത് ദേവേന്ദ്രൻ വിഷയാസക്തിയിലേക്ക് പോയി. ദിതി ദേവിയുടെ മക്കള് ദൈത്യന്മാര് അസുരഗുണം കാണിക്കേണ്ടവരാണെങ്കിലും അതിൽ ജനിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് മഹാബലി. ഭഗവത്ഗീത 10ാം അധ്യായം എടുത്തു കഴിഞ്ഞാൽ
പ്രഹ്ലാദൻ, അതായത് മഹാബലിയുടെ മുത്തശ്ശനായിട്ടുള്ള പ്രഹ്ലാദനെ പറ്റിയിട്ട് ഭഗവാൻ പറയുന്നത് പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാന എന്ന് പറയുന്നത്, ദൈത്യന്മാരിൽ പ്രഹ്ലാദൻ എന്നെ പ്രതിദാനം ചെയ്യുന്നു. അപ്പൊ ആ മഹത്വമുണ്ട് മഹാബലിക്ക്. അപ്പൊ മഹാബലി ദേവേന്ദ്രന്റെ ചില കൊള്ളരായ്മകളൊക്കെ കാരണം ദേവലോകമൊക്കെ പിടിച്ച് അദ്ദേഹം സ്വന്തം ഭരണത്തിലേക്ക് കൊണ്ടുവന്നു. ദേവേന്ദ്രന് വിഷമായി. അച്ഛന്റെ അമ്മേന്റെ അടുത്ത് പരാതി പറഞ്ഞു. കശ്യപ പ്രജാപതി എടുത്തും അമ്മയുടെ അടുത്തും. സ്വാഭാവികമായിട്ടും അമ്മമാർക്ക് എപ്പോഴും മക്കളെ കാര്യങ്ങളാണ് ടോപ്പ് പ്രയോറിറ്റി. എന്റെ ഇവിടെ ഇന്റർനെറ്റ് കണക്ഷൻ ഇസ് അൺസ്റ്റേബിൾ എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാവോ ക്ലിയർ ആയിട്ട്? ഒന്ന് ജസ്റ്റ് ഒന്ന് വിരൽ പൊന്തിച്ചാൽ മതി കേൾക്കാമെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഫൈൻ, താങ്ക് യു. അപ്പോ പിന്നെ ഇന്ദ്രന്റെ പരാതി വന്നപ്പോ സ്വാഭാവികമായിട്ടും അമ്മ അലിഞ്ഞു. അവര് കശ്യപ പ്രജാപതിയോട് പറഞ്ഞു, എന്റെ മക്കൾ കണ്ടില്ലേ കഷ്ടപ്പെടുന്നത്, അവരെന്ന് രക്ഷിക്കണം. അപ്പൊ ഇവര് ആഗ്രഹിച്ച പ്രകാരം അതിഥി ദേവി പാല് മാത്രം കുടിച്ചിട്ടുള്ള ഒരു തപസ് ചെയ്യും കുറച്ച് ദിവസത്തേക്ക്. അത് പ്രകാരം ഭഗവാൻ തന്നെ അതിദേവിയുടെ പുത്രനായിട്ട് ജനിക്കും. അവിടുന്ന് മുതലാണ് ശരിക്കും ഇതിന്റെ ചരിത്രം തുടങ്ങുന്നത്. ജനിച്ചതിന് ശേഷം ഞാൻ അതില് ഒന്ന് വായിക്കാം. അതിൽ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്, അതാണ്. ഇപ്പോ ഭഗവാൻ തന്നെ ഇന്ദ്രന്റെ അനുജനായി ജനിക്കുകയാണ്. ആലോചിക്കണം, പല പല ലീലാവിലാസങ്ങളാണ്. ചിങ്ങമാസത്തിൽ ശുക്ലദ്വാദശിയിൽ തിരുവോണം പ്രഥമ പാദത്തിൽ അഭിജിത്ത് മുഹൂർത്തത്തിൽ എല്ലാ ഗ്രഹങ്ങളും തെളിഞ്ഞിരിക്കുന്ന അവസരത്തിൽ ദേവന്മാർ വാദ്യങ്ങൾ മുഴക്കിയും ഒക്കെ ഭഗവാന്റെ ആവിർഭാവം സ്വാഗതം ചെയ്തു. അപ്സരസ്സുകൾ നൃത്തം വയ്ക്കുകയും ദേവസമൂഹങ്ങൾ യക്ഷ കിന്നരന്മാരും സ്തോത്രാദികൾ ചെയ്യുകയും ചെയ്തു. കാരണം എന്താണ്? ഇവരൊക്കെ ഇപ്പൊ ജോലിയില്ലാതിരിക്കുക. മഹാബലി സ്വർഗത്തിന്റെ അധിപനായ ശേഷം ഇവരൊക്കെ അൺഎംപ്ലോയ്മെന്റ് പെൻഷനും മേടിച്ചിരിക്കുന്ന ആൾക്കാരാണ്, പാവങ്ങൾ. അവർക്ക് അവരുടെ സ്ഥാനത്തേക്ക് പോകണം. ഞാൻ തമാശയായിട്ട് പറഞ്ഞതാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു വാമന അവതാരം കാത്തിരിക്കുകയാണ്. അങ്ങനെ വന്നു. അപ്പൊ അതിഥിയും കശ്യപ പ്രജാപതിയും അത്യന്തം സന്തോഷിച്ചു. കശ്യപൻ ജയശബ്ദം മുഴക്കി. മാതാപിതാക്കന്മാർ നോക്കിക്കൊണ്ടിരിക്കെ ഭഗവാന്റെ ദിവ്യരൂപം മാറ്റി ഒരു ബ്രാഹ്മണകുമാരന്റെ രൂപത്തിലായി. അപ്പൊ വരുന്നത് നാരായണ രൂപത്തിൽ തന്നെയാണ്. ഉയരം കുറഞ്ഞ കുട്ടി. മഹർഷികൾ കുമാരനെ കണ്ട് വളരെ സന്തോഷിച്ചു. കശ്യപ പ്രജാപതിയെ കൊണ്ട് അവർ സംസ്കാര കർമ്മങ്ങൾ ചെയ്യിച്ചു. ഇപ്പൊ തന്നെ ചെയ്യണമല്ലോ സംസ്കാരം. ഇത് ജനിച്ചപ്പോ തന്നെ ഇങ്ങനെയാ വരുന്നത് അവതാരം, അല്ലാണ്ട് ജനിച്ച് കുറെ കാലം എടുക്കുന്നൊന്നുമില്ല. നാരായണ രൂപത്തിൽ വന്നു, പെട്ടെന്ന് ബ്രാഹ്മണകുമാരനായി. സൂര്യഭഗവാൻ ഗായത്രി ഉപദേശിച്ചു ഈ ബ്രാഹ്മണ കുട്ടിക്ക്, വാമനദേവന്. കശ്യപൻ അരയിൽ ചുവന്ന കയറ് ധരിപ്പിച്ചു. ഒക്കെ ആ ഷോഡശ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ്. ഒരു ബ്രഹ്മചാരി എന്ന മട്ടിൽ ഭൂമിദേവി കൃഷ്ണമുഖത്തോലും വൃക്ഷനാഥനായ ചന്ദ്രൻ ദണ്ഡും അതിഥി ദേവി കൗപീനവും അത് മറക്കാനുള്ള ഒരു ചെറിയ വസ്ത്രവും നൽകി. ബ്രഹ്മാവ് കമണ്ടല് നൽകി. സപ്ത ഋഷികൾ ദർഭയും സരസ്വതി ജപമാലയും നൽകി. ഇങ്ങനെ ഉപനയനം പൂർത്തിയാക്കിയ ശേഷം കുബേരൻ ഭിക്ഷാപാത്രവും ശ്രീ പരമേശ്വരി അന്നം, ആ ഭിക്ഷാപാത്രത്തിലേക്ക് അന്നവും നൽകി. ഇങ്ങനെ ബ്രഹ്മാദി ദേവന്മാരാൽ സൽക്കരിക്കപ്പെട്ട വാമന ബ്രഹ്മചാരി ബ്രഹ്മ ഋഷികൾ നിറഞ്ഞ സഭയിൽ പ്രശോഭിച്ചു. അപ്പൊ എല്ലാവരും കൂടി ഇങ്ങനെ വളരെ തിളങ്ങിയിരിക്കുകയാണ്. ദേവന്മാരുടെ കൂടെ തന്നെ ഇപ്പൊ ഇരിക്കുന്നത്. എന്നിട്ട് ഉപനയനത്തിനായി ജ്വലിപ്പിച്ച അഗ്നിയിൽ നെയ്യൊഴിച്ച് പൂജിച്ച ശേഷം ഹോമദ്രവ്യങ്ങളെ അഗ്നിയിൽ ബ്രഹ്മചാരി ഹോമിച്ചു. ഭൃഗുകുല ശ്രേഷ്ഠന്മാരായ ശുക്രാചാര്യർ മുതലായവർ നടത്തുന്ന മഹാബലിയുടെ അശ്വമേധ യാഗങ്ങളെ പറ്റി അറിഞ്ഞുകൊണ്ട് ആ യാഗശാലയെ അന്വേഷിച്ച് അദ്ദേഹം നടന്നു. ഇവിടുന്നാണ് ഇനി തുടക്കം. ഇതെവിടെയാ യാഗം നടക്കുന്നത്? കേരളത്തിലാണോ? അല്ല, നർമ്മദാ നദിയുടെ തരയില് ഭൃഗുകച്ചം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ അവിടെ തന്നെ നമ്മളെ കേരളത്തിലുള്ള ഓണത്തിന്റെ ചരിത്രത്തില് ആ അടിസ്ഥാനപരമായിട്ടുള്ള തകരാറ് അവിടെ വരികയാണ്. പിന്നെ അവിടെ എത്തിയ സമയത്ത് എല്ലാവരും യജ്ഞം നന്നായിട്ട് നടക്കുകയാണ്. അപ്പൊ യജ്ഞം ശുക്രാചാര്യരാണ് അസുരന്മാരുടെ ഗുരു. മഹാബലി, ശുക്രാചാര്യര് ഋതിക്കുകൾ എന്ന് വെച്ചാൽ യജ്ഞം നടത്തുന്നവരാണ്. ഇപ്പൊ നമ്മള് വീട്ടിൽ പൂജ ചെയ്യുകയാണെങ്കിൽ ആ യജ്ഞം ചെയ്യാൻ ആരെയും കേൾപ്പിക്കുമ്പോൾ ആ ചെയ്യുന്ന ആൾ, നമുക്ക് വേണ്ടി പൂജ ചെയ്യുന്ന ആളെ ഋതിക്ക് എന്നാ പറയാം. നമുക്ക് വേണ്ടിയാ ചെയ്യുന്നത്, യജമാനായിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ മഹാബലി അവിടെ ഇരിക്കുന്നു, ഋതിക്കുകൾ യജ്ഞം ചെയ്യുന്നു, ശുക്രാചാര്യ ഗുരു അവിടെ ഇരിക്കുന്നുണ്ട്.
ആ യജ്ഞശാലയിലേക്ക് ഭൃഗു കച്ചം, ആ പേരൊന്ന് ഓർമ്മ വെക്കണം, നർമ്മദയുടെ കരയില് ഭൃഗു കച്ചം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ഹരേ കൃഷ്ണ പ്രഭുജി. ആ ഹരേ കൃഷ്ണ, ഒന്നുകൂടെ മയക്കൊന്ന് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി കൂടെ നല്ലതായിരിക്കും. ഓക്കെ. ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ ഇങ്ങനെ പിടിക്കാം. ഓക്കെ. അപ്പൊ ഭൃഗു കച്ചം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, നർമ്മദയുടെ കരയില്. അങ്ങനെ ആ യജ്ഞശാലയില് വാമനദേവൻ എത്തിയപ്പോ എല്ലാവരും ബഹുമാനിച്ചു, വളരെ ആദരവോട് കൂടിയിട്ട്. അറിയാതെ എഴുന്നേറ്റ് പോയി എല്ലാവരും. അത്രയും തേജസ്സുള്ള ഒരു ബ്രാഹ്മണ കുമാരൻ. അതിനുശേഷം മഹാബലി അദ്ദേഹം വളരെ വിനയത്തോടെ പറഞ്ഞു, മഹാനുഭാവനായ ബ്രാഹ്മണകുമാര, അങ്ങ് ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. അങ്ങക്ക് എന്താ വേണ്ടത് ദാനമായിട്ട്? ഈ ലോകത്ത് എന്ത് വേണമെങ്കിൽ ഞാൻ തരാം. സാധാരണ ബ്രാഹ്മണർ ചോദിക്കുന്നത് പശുക്കളോ വീടോ ധനമോ ഗ്രാമമോ കന്യകയോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു തരാം. അപ്പോ വാമനദേവൻ പറഞ്ഞു, എനിക്കിതിലൊന്നും താല്പര്യമില്ല. എനിക്ക് തപസ് ചെയ്യാൻ എൻ്റെ കാലുകൊണ്ട് അളക്കുന്ന 3 അടി മണ്ണ് മാത്രം മതി. ഞാൻ ആ സ്ഥലത്തിരുന്നിട്ട് എൻ്റെ തപസ്സും ദാനൊക്കെ അത്ര എനിക്ക് ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശുക്രാചാര്യർക്ക് കുറച്ച് അപകടം മണത്തു തുടങ്ങി. ഇതില് പെശകുണ്ട്. അദ്ദേഹം ഗുരുവാണ്. അദ്ദേഹം ഇത് കുറച്ചുകൂടെ സുസൂക്ഷ്മം നിരീക്ഷിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് മഹാബലി വീണ്ടും പറയാണ്, ഞാൻ ത്രൈലോക്യ ചക്രവർത്തിയാണ്, അങ്ങ് എന്നെ ഇങ്ങനെ മോശക്കാരനാക്കരുത്. 3 അടി മണ്ണ് മാത്രം ചോദിച്ചിട്ട് എന്ത് വേണമെങ്കിൽ എനിക്ക് ദാനം ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്നുകൂടെ ആലോചിക്കണം, ഇത് മാത്രം മതിയോ? അപ്പൊ വാമനദേവൻ വീണ്ടും പറഞ്ഞു, എനിക്ക് 3 അടി മണ്ണ് മാത്രം മതി, വേറൊന്നും വേണ്ട. അപ്പൊ ശുക്രാചാര്യർ പറഞ്ഞു, മഹാബലിയുടെ അടുത്ത് പോയിട്ട് രഹസ്യമായിട്ട് പറഞ്ഞു, സൂക്ഷിക്കണം, ഇത് മഹാവിഷ്ണു തന്നെയാണ് വന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ട് ദേവന്മാര് എന്തോ ഒരു ആസൂത്രണം ചെയ്യുന്നത്. കാരണം ഏകദേശം ഒരു രാഷ്ട്രീയമാണ്, രാഷ്ട്രഭരണമൊക്കെ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ചാരന്മാര് വഴി വിവരങ്ങളൊക്കെ പലതും കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് ഇവിടുന്നായിട്ട് സൂചനകളുണ്ട്. മഹാവിഷ്ണു തന്നെ ദേവേന്ദ്രനെ സഹായിക്കാൻ വരുന്നു എന്നുള്ള വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മഹാവിഷ്ണു തന്നെയാണ് വന്നിട്ടുള്ളത്, സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. അദ്ദേഹം പറയുന്നതെല്ലാം ദാനമായിട്ട് കൊടുക്കണ്ട എന്നൊക്കെ ശുക്രാചാര്യര് ഉപദേശിക്കും. കുറച്ച് ദൈർഘ്യമുള്ള ഉപദേശങ്ങളാണ്. അതിലേക്ക് ഇപ്പൊ സമയപരിമിതി കാരണം പോകാൻ പറ്റില്ല, ഇനി ഒരു 10 മിനിറ്റേ ഉള്ളൂ. അപ്പോ മഹാബലി അദ്ദേഹത്തിന്റെ ഗുരുവിനെ പോലും തിരസ്കരിക്കുക വെച്ചാല് അനുസരണക്കേട് കാണിക്കും. അങ്ങനെ മഹാവിഷ്ണു യജ്ഞദേവത ഭഗവാൻ തന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നേരിട്ട് ഇങ്ങനെ ഒരു ദാനം സ്വീകരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോ ശുക്രാചാര്യർക്ക് ദേഷ്യമെന്ന് അദ്ദേഹം ശപിച്ചു. നിന്റെ ഐശ്വര്യവും ഭാഗ്യമൊക്കെ ഇല്ലാതാവട്ടെ എന്ന കടുപ്പം കൂടി ഒരു ശാപം ഗുരുവിനെ നിരസിച്ചുകൊണ്ട്. അപ്പോഴും മഹാബലി ഒന്നും വിഷമിച്ചില്ല. അദ്ദേഹം ഈ ദാനം ചെയ്യുമ്പോൾ കമണ്ടൂലിൽ വെള്ളം എടുത്തിട്ട് ആചമനം ചെയ്തിട്ടാണ് ദാനം ചെയ്യുന്നത്. അത് ചെയ്തു. വാമനദേവൻ അത് സ്വീകരിച്ചു. ദാനം 3 അടി മണ്ണ്. ഈ ദാനം കഴിഞ്ഞതും ഈ ബ്രാഹ്മണക്കുട്ടി ചെറിയ 3 അടി അല്ലെങ്കിൽ ചെറിയ ഈ ബ്രാഹ്മണക്കുട്ടി നോക്കി നിൽക്കെ ഭീമാകാരനായി. അതാണ് ഉരുക്രമൻ എന്ന് പറയുന്നത്. ത്രിവിക്രമ സ്വരൂപം എന്ന് പറയും. ഉരുക്രമനായി. എല്ലാവരും ഇങ്ങനെ നോക്കേണ്ടി വന്നു. നേരത്തെ ഇങ്ങനെ നോക്കിയ ആൾക്കാരൊക്കെ മുകളിലേക്ക് നോക്കേണ്ടി വന്നു. അതുമാതിരി ഭീമാകാരനായി. അതൊരു വിശ്വരൂപമാണ് ശരിക്കും. ആ വിശ്വരൂപത്തിനെ പറ്റിയിട്ട് വർണ്ണിക്കുന്നുണ്ട്. പിന്നീട് ബ്രഹ്മചാരിയുടെ ശരീരം എല്ലാവരും കാണുക തന്നെ വർദ്ധിച്ചു. 3 ലോകവും 3 അടിയിൽ വരത്തക്ക വണ്ണം അപ്പോൾ ആചാര്യനും മറ്റുള്ളവരും ആ ശരീരത്തിൽ
നിന്ന് ഉദ്ഭൂതമായ മഹത്വത്വം മുതലായ 24 തത്വങ്ങളെയും സൂര്യൻ, ചന്ദ്രൻ, വരുണൻ, അഗ്നി, ഇന്ദ്രൻ, യമൻ മുതലായവരെയും മഹാബലിയെ തന്നെയും മറ്റ് അസുരന്മാരെയും പ്രജാപതികളെയും ശ്രീദേവിയെയും എന്നല്ല സമസ്ത ലോകത്തെയും ഈ വിശ്വരൂപത്തിൽ ദർശിച്ചു. അപ്പൊ അതും ഒരു വിശ്വരൂപ ദർശനമാണ്. പക്ഷെ അർജുനൻ മഹാഭാരത യുദ്ധത്തിന്റെ കുരുക്ഷേത്ര ഭൂമിയിൽ കണ്ടത്രയും വിസ്തരിച്ച് പറയുന്നില്ല. കാരണം അത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ഇവിടെ ഭഗവാന്റെ ഈ ബ്രഹ്മാണ്ടത്തിന്റെ അധിപതിയായിട്ടുള്ള വിഷ്ണുവിന്റെ അവതാരമാണ്. അപ്പൊ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് ചെറിയൊരു വിശ്വരൂപം, അർജുനൻ കണ്ടത് ശരിയായ വിശ്വരൂപം. അതുകൊണ്ടാണ് 11-ാം അധ്യായം വളരെ വിസ്തരിച്ച് വർണ്ണിക്കുന്നത് ആ വിശ്വരൂപ ദർശനം. എന്നിട്ട് എന്ത് ചെയ്തു? അസുരന്മാർ ഇതൊക്കെ കണ്ട് പേടിച്ചു. ഭഗവാന്റെ കയ്യിൽ സുദർശനം ജ്വലിച്ചു, ശംഖ് ഇടിമുഴക്കമെന്ന പോലെ ഗർദിച്ചു. ഒരു പാദം കൊണ്ട് ബലിയുടെ ഭൂവിഭാഗത്തെയും ശരീര വളർച്ച കൊണ്ട് ആകാശത്തെയും കൈകൾ കൊണ്ട് സകല ദിക്കുകളെയും ആക്രമിച്ചു. രണ്ടാമത്തെ പാദം കൊണ്ട് സ്വർഗം, മഹർലോകം, ജനർലോകം, തപോലോകം ഇവയും അളന്നു. ഇനി മഹാബലിയുടേതായിട്ട് ഒന്നുമില്ല. അപ്പൊ ചോദിച്ചു, ഞാൻ ഇനി മൂന്നാമത്തെ കാൽ എവിടെ വെക്കുന്നു ചോദിച്ചു. ഇത് മഹാബലി ഒരു ഞെട്ടൽ എവിടെയാണ് കേൾക്കുന്നത്. ഞാൻ ത്രൈലോക്യ ചക്രവർത്തിയാണെന്നുള്ള അഹങ്കാരമൊക്കെ അപ്പോഴേക്ക് പോയി. ആ ഒരു പ്രശ്നം മാത്രമേ മഹാബലിക്ക് അപ്പോഴുണ്ടായിരുന്നുള്ളൂ. ഞാൻ ത്രൈലോക്യ ചക്രവർത്തിയാണെന്നുള്ള ആ ഒരു ഞാൻ എന്നുള്ള ഭാവം, അത് മായാശക്തി കൊണ്ട് വരുന്നതാണ്. അതിപ്പോ ഇല്ലാതെയായി. അപ്പൊ വളരെ വിനയത്തോടെ പറഞ്ഞു. അപ്പോഴേക്ക് അദ്ദേഹത്തിന് ദിവ്യജ്ഞാനവും വന്നു. എന്റെ അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്ത് ദിവ്യജ്ഞാനം തന്നെയാണ് ഇപ്പൊ ലഭിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് ഇന്ദ്രസേനൻ മഹാബലിയാകുന്നത്. അദ്ദേഹം ഉടനെ കുനിഞ്ഞ് താണ് തല കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇനി എന്റെ ശിരസിൽ കാല് വെക്കാന്ന് പറഞ്ഞു. അല്ലാതെ ഇനിയിപ്പോ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്ക് അസുരന്മാര് ആയുധങ്ങളൊക്കെ എടുത്ത് ത്രിവിക്രമ സ്വരൂപത്തെ ആക്രമിക്കാൻ വന്നു. അതൊന്ന് വായിക്കാം. അസുരന്മാർ തങ്ങളുടെ ആധിപത്യത്തിലുള്ള ഭൂമി മുഴുവൻ കാപട്യമായി വിഷ്ണു അപഹരിച്ചെന്ന് മനസ്സിലാക്കി ആയുധങ്ങളേന്തി യുദ്ധത്തിനൊരുങ്ങി. ബ്രഹ്മചാരിയുടെ നേർക്ക് വധോദ്യമത്തോടെ വരുന്ന അസുരന്മാരെ ശ്രീ ഭഗവാന്റെ പാർഷദന്മാരായ നന്ദൻ, സുനന്ദൻ, ജയൻ, വിജയൻ മുതലായവർ ഹനിച്ചു. മഹാബലി ഇത് കണ്ട് ശുക്രശാപത്തെ ഓർത്ത് ക്രൂർദ്ധരായ തന്റെ സൈനികരെ നിരോധിച്ചു. നിൽക്ക്, നിങ്ങൾ ആരും യുദ്ധത്തിന് പോലെ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഐശ്വര്യങ്ങളൊക്കെ ഭഗവാൻ തന്നതാണ്, അതിപ്പം ഭഗവാൻ എടുക്കുന്നു, നിങ്ങൾ ആരും യുദ്ധം ചെയ്യണ്ട. അപ്പോഴേക്ക് അസുര സേനാധിപന്മാർ പിന്മാറി പാതാളത്തിൽ പ്രവേശിച്ചു. അപ്പോഴേക്ക് പക്ഷിരാജാവായ ഗരുഡൻ എന്ത് ചെയ്തു? വരുണപാശം കൊണ്ട് മഹാബലിയെ ബന്ധിച്ചു. അപ്പൊ അങ്ങനെ നിൽക്കാണ് മഹാബലി ഈ അവസ്ഥയിൽ തൊഴുതുകൊണ്ട്. ആ സമയത്ത് ബന്ധനം ചെയ്ത ശേഷം ബലിയോട് അവതാരമൂർത്തി പറഞ്ഞു, 3 അടി സ്ഥലം തരാമെന്നല്ലേ ഏറ്റത്? ഇപ്പോൾ 2 അടിയല്ലേ കിട്ടിയിട്ടുള്ളൂ. 3-ാമത്തെ അടിക്കുള്ള സ്ഥലം തരിക. വാഗ്ദത്തം ചെയ്ത വസ്തു മുഴുവൻ തരാതിരിക്കുന്ന ഒരുവൻ നരകത്തിൽ വസിക്കണമെന്നാണ് ശാസ്ത്രം. നിന്റെ ഗുരുവായ ശുക്രമുനിയും അങ്ങനെ ആവേണമെന്ന് ശാപം ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേഗം പറഞ്ഞ വാക്ക് പാലിക്കുക. അപ്പൊ അപ്പോഴേക്ക് ബലിക്ക് വളരെ ആ ജ്ഞാനം 10-ാം അധ്യായം ഭഗവത്ഗീതയില് 11-ാമത്തെ ശ്ലോകമുണ്ട്. തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഹ നാശയാമി ആത്മഭാവസ്തു ജ്ഞാനദീപേന ഭാസുത. അപ്പോഴേക്കും ഭഗവാൻ അവിടെ ജ്വലിച്ചു തുടങ്ങി. കാരണം ബലി അവിടേക്ക് മഹാബലിയായി സമർപ്പിച്ചു സ്വയം. എന്നിട്ട് എന്ത് പറഞ്ഞു? അങ്ങ് എന്റെ തലയിൽ കാല് വെച്ചോളൂ എന്നാ പറഞ്ഞത്. എന്താ വേണ്ടത് ചെയ്തോളൂ, ഞാൻ മുഴുവനായിട്ട് സമർപ്പിച്ചിരിക്കുന്നു. അപ്പോഴേക്ക് പ്രഹ്ലാദൻ വന്നു, പേരക്കിടാവിന് വേണ്ടിയിട്ട് ഒരു ചെറിയ വക്കാലത്തുമായിട്ട്. അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അങ്ങേ ധിക്കരിച്ചിട്ടില്ല, അവനെ രക്ഷിക്കണം. അപ്പൊ അങ്ങനെ ഭഗവാനെ അവന്റെ സ്വത്ത് അങ്ങ് പിടിച്ചു പറിച്ചിട്ടില്ല. ഒരു കാലത്ത് ഐശ്വര്യം നിറഞ്ഞ മതാന്തനായ ഇന്ദ്രന്റെ സ്വത്ത് താൽക്കാലികമായി എന്റെ പൗത്രൻ കൈവശം ഏൽപ്പിച്ചു. ഇവന് ഐശ്വര്യം കൊണ്ട് കേടുവരുന്നു എന്ന് കണ്ടപ്പോൾ അങ്ങ് അത് തിരിച്ചെടുക്കുന്നു. ആരോടാ പറയുന്നത്? മഹാവിഷ്ണു അടുത്താ പറയുന്നത്, ഉരുക്രമ സ്വരൂപത്തിന്റെ അടുത്ത്. അപ്പോഴേക്ക് മഹാബലിയുടെ ഭാര്യ വിന്ധ്യാബലി പറഞ്ഞു, ഭഗവാനെ, ഈ ത്രിലോകങ്ങൾ കൊണ്ട് അങ്ങ് ക്രീഡാർത്ഥം സൃഷ്ടിച്ചിരിക്കുകയാണ്. വിഡ്ഢികൾ അതിന്റെ കർത്താവ് അവരാണെന്ന് അഭിമാനിക്കുന്നു. അവരുടേതല്ല എന്ന് അവർ അറിയുന്നില്ല. അവരുടെ കൈവശം അങ്ങേക്ക് സമർപ്പിക്കാൻ വല്ലതുമുണ്ടോ?
എന്നൊക്കെ അവരും അതിന്റെ തത്വങ്ങൾ പറയാൻ തുടങ്ങി വളരെ വിനയത്തോടെ. അപ്പൊ അതിനുശേഷം ഇതെല്ലാം കേട്ട് വളരെ സംപ്രീതനായിട്ട് ഭഗവാൻ ബലിയോട് പറയും, നീ നിന്റെ എല്ലാം ദാനം ചെയ്യാനുള്ള മനസ്സിതുകൊണ്ട് നീ വളരെ മഹാത്മാവായി, നിനക്ക് ഞാൻ അനുഗ്രഹങ്ങൾ തരുന്നു. വരണപാശത്ത് നിന്ന് ഗരുഡന്റെ അടുത്ത് വിമുക്തനാക്കാൻ പറഞ്ഞു. എന്നിട്ട് നീ ഇപ്പൊ ഇന്ദ്രസ്ഥാനത്തിനേക്കാൾ മുകളിലാണല്ലോ ഇപ്പൊ ഇരിക്കുന്നത്. നിന്റെ എല്ലാം ഞാനിപ്പോ ത്രൈലോക്യ പദക്ക് ചക്രവർത്തി പദക്ക് ഞാൻ അപഹരിച്ചു. പക്ഷെ നിനക്ക് ഞാൻ വേറെ തന്നെ താമസിക്കാൻ സുതലം എന്ന് പറഞ്ഞൊരു സ്ഥലം വിശ്വകർമാവിനോട് പറഞ്ഞിട്ട് ഉടനെ തന്നെ ഉണ്ടാക്കിച്ചു. എന്നിട്ട് നിനക്ക് ഇനി അവിടെ താമസിക്കാം. ഈ ഇന്ദ്രന്റെ സമയം കഴിഞ്ഞാൽ അടുത്ത ദേവേന്ദ്രൻ നീ ആയിരിക്കും. ഇനി ആരെങ്കിലും നിന്നെ വന്ന് ഒരു ശക്തിയുമില്ലാത്ത ഒരാളാണ് ബലി എന്ന് കരുതി ആരെങ്കിലും നിന്നെ ആക്രമിക്കാൻ വന്നാൽ, ദേവന്മാരെ ആക്രമിക്കാം, അവരെയൊക്കെ ഓടിക്കാൻ എന്റെ സുദർശനം കാവൽ അവിടെ ഉണ്ടാവും, നിന്നെ ആരും ഒന്നും ചെയ്യില്ല. അങ്ങനെ അനുഗ്രഹിച്ച് മഹാബലിയെ സുതലത്തിലേക്ക് അയക്കുന്നു. അപ്പൊ ഭക്തന്മാരായിട്ടുള്ള ദൈത്യന്മാര്, അപ്പൊ ഏത് കൂട്ടത്തിലും ഒരു ജനറൽ ക്യാരക്ടറിസ്റ്റിക് ഉണ്ടാവും, എക്സെപ്ഷൻസ് ഉണ്ടാവും. ദൈത്യന്മാരെന്ന് പറഞ്ഞാല് പൊതുവെ അസുര ഗുണങ്ങളാണ്, പക്ഷെ അവരിലും ഭഗവത് ഭക്തന്മാരുണ്ട്. പ്രഹ്ലാദന്റെ നേതൃത്വത്തിൽ ഭക്തരായിട്ടുള്ള ദൈത്യന്മാര് മഹാബലിയുടെ കൂടെ സുതലത്തിലേക്ക് പോയി. ഇന്ദ്രന് തിരിച്ചു കൊടുത്തു എല്ലാം, ഇന്ദ്രന്റെ സ്ഥാനങ്ങളൊക്കെ തിരിച്ചു കൊടുത്തു. ദേവന്മാര് സന്തോഷം, അതിഥി ദേവിക്ക് വളരെ സന്തോഷം. അപ്പോ അങ്ങനെയാണ് ഈ മഹാബലി ചരിത്രം അവസാനിക്കുന്നത്, വാമന അവതാരം. അപ്പൊ ഈ ശരിക്കും നമ്മുടെ ഓണം, തിരുവോണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ തീയതിയാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വാമനദേവൻ അവതരിച്ചതാണ് ചിങ്ങമാസത്തിലെ ശുക്ലദ്വാദശിയിൽ തിരുവോണം പ്രഥമപാദത്തിൽ അഭിജിത്ത് മുഹൂർത്തത്തിൽ. അതാണ് ശരിക്കും നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. അല്ലാതെ ഇവരുണ്ടാക്കിയതുപോലെ കേരളം എന്ന് പറഞ്ഞ രാജാവ്, കേരളം എന്ന് പറഞ്ഞ രാജ്യം, ആ രാജ്യത്തിന്റെ ചക്രവർത്തി ഒരു കൊടവേറുള്ള വളരെ മോശമായിട്ട് മഹാബലിയെ ഒരു വിഡ്ഢിവേഷം കെട്ടിച്ച് വലിയൊരു കൊടവേറും ഒരു കൊടയും, എന്നിട്ട് പാതാളത്തിന് കൊല്ലത്തിൽ ഒരു ദിവസം വരും. ആ സമയത്ത് എല്ലാ കേരളീയരും അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നു. ഇതൊരു കള്ളക്കഥയാണ്, നമ്മളെ ചരിത്ര പുരാണങ്ങളിൽ ഇല്ലാത്തതാണ്. നമ്മൾ എവിടുന്നാ പഠിക്കേണ്ടത്? ശ്രുതി സ്മൃതി പുരാണങ്ങളിൽ നിന്ന് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അതില് പുരാണങ്ങൾ ഇതില്ല. അപ്പൊ ഈ കഥ, കള്ളക്കഥ എവിടെ ഒന്ന് വന്നു? അതാണ് പ്രധാന ചോദ്യം. ഇപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വെക്കാം. എല്ലാവരും അൺമ്യൂട്ട് ചെയ്തോളൂ. നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് വേണം. എങ്ങനെയാണ് ഈ ഒരു കള്ളക്കഥ വന്നതെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാം. എന്നിട്ട് ഞാൻ എനിക്ക് പറയാനുള്ളത് പറയാം. അല്ലാതെ ഒരു പാർട്ടിസിപ്പേഷൻ വരുള്ളൂ. 9:30 ആയിട്ട് 5 മിനിറ്റ് കൂടുതൽ എടുത്താൽ കുഴപ്പമുണ്ടോ? ആയിക്കോട്ടെ, ശരി, പറഞ്ഞോളൂ. മാതാജി പറഞ്ഞോളൂ. ആരാ മാതാജിയുടെ പേരെന്താണ്? എന്റെ പേര് രുക്മിണി വിദ്യ. ഓക്കെ, പറയൂ മാതാജി. ആക്ച്വലി ഇത് കള്ളക്കഥയാണോ എന്താണോ അത് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇതൊരു ഹിസ്റ്ററി അല്ലെങ്കിൽ പുരാണ അല്ലെങ്കിൽ അങ്ങനെ പറയുകയാണെങ്കിൽ ആക്ച്വലി 3 പ്രദേശം ഈ കഥയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ തൃക്കാക്കര പേര് ഇതുവരെയായിട്ട് മാറ്റം വന്നിട്ടില്ല, തിരുക്കാൽക്കരൈ. ആക്ച്വലി ഇത് സദേൺ ഇന്ത്യ ആയിട്ടാണ് തിരുക്കാൽക്കരൈ എന്നാ പറയുന്നത്. വാമനന്റെ ഒരേ ഒരു വാമനമൂർത്തി അമ്പലം ഉള്ളതും അവിടെയാണ്. പ്രാചീനമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്പർ 1. നമ്പർ 2 വേറൊരു സ്ഥലം കൂടി ഉണ്ട്, ഉലകളന്ത പെരുമാൾ. അളന്ത പെരുമാൾ, അത് തമിഴ്നാട്ടിലാണ്. സെയിം സ്റ്റോറി, സെയിം ഇത് തന്നെ സ്റ്റോറി. അതായത് അവിടെ അശ്വമേധ യാഗം നടന്നിട്ടുണ്ട്. വാമന മഹാദേവർ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവിടെ അങ്ങേരെ പേര് വിളിക്കുന്നത് ഉലകളന്ത പെരുമാൾ സ്വാമി ടെമ്പിൾ. അത് കാഞ്ചീപുരത്താണ്. ഇപ്പേ സെയിം ഈ പറയുന്ന ബറോച്ച്, അതായത് ഭൃഗു കച്ച, അത് 3 സ്ഥലങ്ങളില് സിമിലർ സെയിം ഹിസ്റ്റോറിക്കൽ വാല്യൂ ഉള്ള പ്ലേസസ് ആണ്. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഈ തമിഴ്നാട്ടിൽ പറയുന്നത് 108 ദിവ്യദേശങ്ങളിൽ അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട് എന്ന്. അപ്പൊ അവർ തന്നെ ഇവിടെയും ട്രാവൽ ചെയ്തിട്ടുണ്ട്, സംഭവം ഇങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. വെരി ഗുഡ് മാതാജി, വളരെ സന്തോഷം. മാതാജിയുടെ ഹോം ടൗൺ എവിടെയാണ്?
ഞാൻ ജനിച്ചത് കോഴിക്കോടിലാണ്. 5 വർഷം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഞങ്ങള് ബാംഗ്ലൂരിലാണ്. ഓക്കെ, ഞാൻ ജനിച്ചത് കൂത്തുപറമ്പിലാണ്, ഇപ്പോ ബാംഗ്ലൂരാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കുറെ കാലം ദുബായിലായിരുന്നു. എനിവേ, അപ്പോ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, നന്നായി. എനിക്ക് പുതിയ കാര്യം ഇന്ന് പഠിച്ചു. അതായത് തമിഴ്നാട്ടില് ഉലകനാഥ പെരുമാൾ അങ്ങനെ ഒരു കാര്യമുണ്ട്, ഇന്ന് പഠിച്ചാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. 108 ദിവ്യദേശത്തില് അൾവർ പാട്ടിൽ ഉള്ള ഒരു സംഭവം, ഒരു കാഞ്ചീപുരത്തെ ഒരു അമ്പലമാണിത്. താങ്ക് യു. നമ്മളുടെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണമെന്ന് ഭഗവത്ഗീതയിലെ 16-ാം അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. 16-ാം അധ്യായത്തിലെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 23 ശ്ലോകങ്ങളാണ്. തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യ വ്യവസ്ഥിതൗ നാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തുമിഹാർഹസി. എന്താണ് കാര്യം, എന്താണ് കാര്യമല്ലാത്തതെന്നുള്ളത് ശാസ്ത്രപ്രകാരം പഠിക്കണം എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെ ഉപദേശിക്കുന്നത്. ഭഗവത്ഗീതയെ പറഞ്ഞതെല്ലാം അച്ചിട്ട പോലെ സത്യമാണ്. അത് വേറെ സമയത്ത് അതിന്റെ പ്രൂഫൊക്കെ നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, പിന്നെ എപ്പോഴെങ്കിലും. കഴിഞ്ഞ 23 കൊല്ലമായിട്ട് ഞാൻ ഇത് തന്നെ പഠിക്കുകയാണ്. അപ്പോൾ ഇതില് നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അതേപടി എടുക്കണം. പിന്നെ കേരളത്തിൽ ഇത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കേരളം പരശുരാമ ക്ഷേത്രമാണ്. ഒരു കാര്യം ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണ് സത്യം എന്നുള്ളത്. പരശുരാമ അവതാരം ഇതൊക്കെ എത്രയോ കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത്. ഈ മഹാബലിയുടെ ഒക്കെ ചരിത്രം കഴിഞ്ഞിട്ടാണ്, വാമന അവതാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പരശുരാമൻ വരുന്നത് തന്നെ. അപ്പൊ അവിടെ തന്നെ ഈ കള്ളക്കഥ പൊളിഞ്ഞു. അപ്പോ ഭാഗവത്തിൽ പറഞ്ഞ് നമ്മൾ അതേപടി എടുക്കണം. അതിന്റെ റെപ്ലിക്ക കേരളത്തിലുണ്ട് പലതിന്റെയും. അതേപോലെ തന്നെ ഭാരതത്തിലെ പല സ്ഥലത്തും പല ഉത്തമ വൈഷ്ണവന്മാരും അങ്ങനെ ഓരോ റെപ്ലിക്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു റെപ്ലിക്ക ആയിരിക്കും തമിഴ്നാട്ടിലെ ഈ സ്ഥലം. ആൾവാർമാരുടെ പേര് മാതാജി പറഞ്ഞു എന്നാണ് ഞാൻ ഓർക്കുന്നത്. നിങ്ങൾ പറഞ്ഞ മാതിരി എനിക്ക് തോന്നി. അപ്പോ അങ്ങനെ ഒരു ചെറിയ റെപ്ലിക്ക പല സ്ഥലത്തും ഉണ്ട്. താങ്ക് യു. അടുത്തത് ഇനി ആരെങ്കിലും? Any questions or different opinions? ഒരുപക്ഷെ മലയാളികള് മഹാബലിയായിട്ട് കണക്ട് ചെയ്തെങ്കിലും വാമനാവതാരം ആഘോഷിക്കട്ടെ എന്ന് ആരെങ്കിലും വിചാരിച്ചാണോ? അത് അങ്ങനെ ലിങ്ക് ചെയ്തതാവോ? അങ്ങനെ ഒരു കാര്യം, ഞാൻ കൊല്ലവർഷം എന്ന് പറഞ്ഞത് ആ രാജവംശത്തിന്റെ പേര് എനിക്ക് കൃത്യം ഓർമ്മയില്ല. കൊല്ലം ഉണ്ടല്ലോ, പ്രഭു അറിയാം. കൊല്ലത്ത് അവിടെ കൊല്ലവർഷമൊക്കെ അങ്ങനെ വന്നതാണ്. അങ്ങനെ ചരിത്രമുണ്ട്. പക്ഷെ ഈ കഥ വന്നത് എങ്ങനെയെന്നുള്ളത്, ഞാൻ നമ്മളെ ജോലി ഓഡിറ്റർ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും എവിഡൻസ് നോക്കി പോകുന്നൊരു സ്വഭാവമുണ്ട്. ഈ പ്രിന്റിംഗ് ഇൻഡസ്ട്രി കൺട്രോൾ ചെയ്ത ആൾക്കാരാണ് ഈ കള്ളക്കഥ പ്രിന്റ് ചെയ്ത് ഇറക്കിയത്. ആരാണ് കേരളത്തില് പ്രിന്റിംഗ് ഇൻഡസ്ട്രി കൺട്രോൾ ചെയ്തിരുന്നത്? അല്ലെങ്കിൽ മലയാളത്തിൽ അച്ചടി ആദ്യമായിട്ട് തുടങ്ങിയതാരാ? എനിബഡി? വെള്ളൂര് പ്രിന്റിംഗ് പ്രസ് അല്ലേ? മലയാളത്തിലെ അച്ചടി ആദ്യമായി തുടങ്ങിയത് ആ വ്യക്തിയുടെ പേര് ഹെർമൻ ഗുണ്ടർ. കറക്റ്റ്. ആരാ പറഞ്ഞത്? ഹൂ സെഡ് ദാറ്റ്? പ്രഭുജിയുടെ പേര് സുരേഷ് പ്രഭു. ഓക്കെ, താങ്ക് യു. ഹെർമൻ ഗുണ്ടട്ട്. കറക്റ്റ് ആൻസർ, പ്രിസൈസ് ആൻസർ. ഹെർമൻ ഗുണ്ടട്ട് ആണ് അച്ചടി തുടങ്ങിയത്. അന്ന് അദ്ദേഹം മിഷണറി പ്രവർത്തനങ്ങൾക്ക് വന്ന വ്യക്തിയാണ് കേരളത്തിൽ. എന്തായിരുന്നു അവിടെ ലക്ഷ്യം? സനാതന ധർമ്മത്തിൽ മുഴുവൻ തെറ്റാണെന്ന് സ്ഥാപിച്ചിട്ട് മതം മാറ്റൽ മാത്രമായിരുന്നു അവരുടെ പ്രഥമ ലക്ഷ്യം. അത് ഇന്നും തുടരുകയാണ്. പക്ഷെ ഇന്ന് ജനങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻഫർമേഷൻ വേറെ പല സ്ഥലത്തും കിട്ടുന്നുണ്ട്. പണ്ട് നമ്മളെ ശാസ്ത്രങ്ങൾ കുറച്ചു പേരെ കയ്യിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വളരെ എളുപ്പമായിരുന്നു ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത പാവങ്ങളെ പെട്ടെന്ന് മതം മാറ്റാൻ വേണ്ടിയിട്ട്. പ്രിന്റിംഗ് ഇൻഡസ്ട്രി കൺട്രോൾ ചെയ്തിരുന്ന കുന്നംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേരളത്തിൽ. കേട്ടിട്ടുണ്ടോ? കുന്നംകുളത്തായിരുന്നു കേരളത്തിലെ 90% പ്രിന്റിംഗ് നടന്നിരുന്ന കുന്നംകുളത്താണ്. അവിടുന്ന് ഇറക്കുന്നതായിരുന്നു. പ്രിന്റ് ചെയ്ത് വന്നാൽ അത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, പത്രങ്ങളിലടക്കം. അപ്പോ അവിടെയാണ് ഇതിന്റെയൊക്കെ കൺട്രോൾ വരുന്നത്. ഞാൻ എൻ്റെ ഒരു ഓഡിറ്റേഴ്സ് നിഗമനമാണ്. വേറെ ഒരു കാരണവും എനിക്ക് കാണുന്നില്ല. ആർക്കെങ്കിലും വേറൊരു റീസൺ കിട്ടുകയാണെങ്കിൽ ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ്, ബിക്കോസ് ഐ ആം സ്റ്റിൽ ട്രൈങ് ടു ഫൈൻഡ് ദ ആൻസർ. ഇവരുടെ സബോർട്ടേഷന്റെ ഭാഗ്യമാണ്. 2ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലാണ് കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ചിത്രം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് മനസ്സിൽ.
അപ്പൊ എൻ്റെ പല പഴയ സുഹൃത്തുക്കളും ശരിയാണ്, ഞങ്ങൾക്കും ആ ചിത്രം ഓർമ്മയുണ്ട്. കാരണം കുട്ടിക്കാലത്ത് നനഞ്ഞ സിമെന്റിൽ കൈയടയാളം വെക്കുന്ന പോലെയാ, അതിന്റെ ഇംപ്രിന്റ് ഭയങ്കരമായിരിക്കും, നമ്മളെ മനസ്സിൽ നിന്ന് പോവില്ല. വളരെ നല്ല സൈക്കോളജിസ്റ്റുകൾ ഫ്രോഡുകൾ ചെയ്തിട്ടുള്ള ഒരു കഥയാണിത്. സോറി. അപ്പോ ഇത് മാറിയിട്ട് നമ്മള് ശ്രീമദ് ഭാഗവതത്തിലെ 8-ാം സ്കന്ധത്തിലെ 18-ാം അധ്യായം മുതൽ ഈ കാര്യം മനസ്സിലാക്കി വെക്കണം. അതായത് അതിൽ കൃത്യമായിട്ട് പറയുന്നു, ബ്രഹ്മാവിനാൽ ഈ വിധം സ്തുതിക്കപ്പെട്ട, അതായത് ചിങ്ങമാസത്തിലെ ശുക്ലദ്വാദശിയിൽ തിരുവോണം പ്രഥമ പാദത്തിൽ അഭിജിത്ത് മുഹൂർത്തത്തിൽ വാമനദേവന്റെ അവതാരം, അതാണ് വാമന ദ്വാദശി. തൃക്കാക്കരയപ്പനെയാണ് ശരിക്കും പൂജിക്കുന്നത് തിരുവോണത്തിന്. പിന്നെ പാവം മഹാബലിനെ ഒരു കൊടവേറിനാക്കി കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിച്ചു. കച്ചവടം, നല്ല കച്ചവടമാണ് ആ ദിവസം, അതിനുവേണ്ടി മാത്രം. എന്നിട്ട് നമ്മള് പറയുന്നതിന് ക്ഷമിക്കണം, ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ സത്സംഗത്തില് നമ്മൾ ഹിന്ദുക്കൾ എന്ന് പറയാൻ പാടില്ല എന്നാണ് പൊതുവെയുള്ള നമ്മളെ അഭിപ്രായം. ശരിയാണ്. പക്ഷെ നമുക്ക് ചില അടിസ്ഥാന കാര്യങ്ങൾ നമുക്ക് ഇല്ലാന്ന് വെക്കാൻ പറ്റില്ല. അപ്പോ ശാസ്ത്രം അറിയാത്ത ഹിന്ദുക്കളെ വിഡ്ഢികളാക്കാൻ വളരെ ഫ്രോഡുലന്റ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണിത്. അത് ഏതെങ്കിലും ഒരു ഡിബേറ്റ് വരികയാണെങ്കിൽ അതിൽ നേരിട്ട് പറയാനും എനിക്ക് വിഷമമില്ല. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എനിത്തിങ് എൽസ് പ്രഭു? ഇപ്പോ നിങ്ങൾ പറഞ്ഞതിനേക്കാളും ഒരു 6 മിനിറ്റ് കൂടുതൽ പോയിട്ടുണ്ട്. 9:30